ഒരു നാൾ എല്ലാം കടന്നു പോകും. അന്ന് നമുക്ക് മുതൽക്കൂട്ടാകുന്നത് നമ്മുടെ നല്ല പ്രവൃത്തികളും പ്രാർത്ഥനകളുമാണ്. ദിവസത്തിൻ്റെ ദശാംശം ദൈവസമക്ഷം പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് സമർപ്പിക്കുവാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയാണ്. അവരെന്താണോ ഞങ്ങൾക്ക് ജീവിതത്തിലൂടെ കാണിച്ചു തന്നത് അതാണ് ഞങ്ങൾ അനുവർത്തിച്ച് പോരുന്നത്. പിന്നെ മാതൃകയാക്കിയത് ജീവിതത്തിൽ കണ്ടുമുട്ടിയ നല്ല ജീവിതങ്ങളെയാണ്. ആരാ? ഞാൻ ഫാദർ ഡാനി കപ്പൂച്ചൻ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളുടെ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ മനസ്സിൽ ഒന്ന് രണ്ട് വരികളാണ്, സ്നേഹത്തിൻ്റെ രണ്ട് വരികൾ, നമ്മളെ പ്രാർത്ഥനയോട് ചേർക്കുന്ന ഒന്ന് രണ്ട് വരികൾ. അത് ചുമ്മാ ഒന്ന് പാടാം. ചാരത്തിരുന്നു കാണാം കരയാം, താതൻ്റെ നെഞ്ചോട് ചാരിക്കിടക്കാം, സ്നേഹത്തിനെരിതി ചെടിയുടെ ചൂടേറ്റ് ഉള്ളിൽ ഒരു സ്നേഹ ജ്വാല തെളിക്കാം. മാർട്ടിൻ ചേട്ടൻ, ജാസ്മിൻ ചേച്ചി ഒരുപാട് യാത്രയും ഒരുപാട് ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് നമ്മൾ വിശ്രമിക്കാനൊരിടം തേടുമ്പം അന്തിയിൽ പക്ഷി കൂടണയുന്ന കണക്ക് ഒരിടം തേടും. പക്ഷേ നമുക്ക് വിശ്രമം വെറുമൊരു മയക്കമല്ല. ആ വിശ്രമത്തിലും ആധ്യാത്മികമായ ചില വിചിന്തനങ്ങൾ പങ്കുവയ്ക്കാൻ, ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ, അങ്ങനെ ദൈവസ്നേഹത്തിൽ പൊതിഞ്ഞൊരിടം തേടുമ്പോൾ ഞാൻ എങ്ങനെ കൂടെ വരുന്നത് ഈ വീട് പോലെ വിശാലമായ ഈ രണ്ട് മനസ്സിലേക്കാണ്. അതിന് ഒരുപാട് കർത്താവിൻ്റെ പുണ്യവും കൃപയും ഒക്കെ ഉള്ളതാണ്. പാടി ചേട്ടാ, കൂടുതൽ കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം. മുറിയിലൊന്ന് പോകണം. അച്ഛൻ്റെ മുറിയിലോട്ട് ഫ്രാൻസിസ് അസീസി. അപ്പം മുറിയിൽ ചെന്നിട്ട് നമുക്ക് പിന്നെ കാണാം. ചേച്ചി കാണാം. ഡാനിയച്ചൻ്റെ സന്ദർശനങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിന് തിളക്കമേറുന്നു. ഇവിടെ ഓരോ മുറിക്കും ഞങ്ങൾ ഓരോ വിശുദ്ധൻ്റെ അല്ലെങ്കിൽ വിശുദ്ധയുടെ പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. ആ മുറികൾ പ്രവേശിക്കുമ്പോൾ ആ വിശുദ്ധൻ്റെ ഓർമ്മയും ചൈതന്യവും അനുഭവപ്പെടുന്നു. മണിച്ചേട്ടാ, ജാസ്മിൻ ചേച്ചി, അച്ഛാ, ഫ്രാൻസിലുണ്ടായ ഭീകരാക്രമണം ഞെട്ടിയോ? ഞാൻ ഞെട്ടി. കാരണം ഞാൻ പലതവണ ഇവിടെ വന്നിട്ട് പോകുമ്പോൾ എന്തെങ്കിലും ചില പുതിയ കാര്യങ്ങൾ എനിക്ക് കിട്ടാറുണ്ട്. നമ്മളത് ഷെയർ ചെയ്യാറുണ്ട്. ചിലപ്പം മുറിയിൽ എഴുതിയിരിക്കുന്ന വചനമാകും, അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്തതിലായിരിക്കും. ഇത്തവണ മുറിയിൽ നിന്ന് ഞാനൊരു സംഭവം കണ്ടെടുത്തിട്ടുണ്ട്. ഇത് മറിച്ചും തിരിച്ചു നോക്കി. അതാണ് ഞാൻ പറഞ്ഞത്, ഫ്രാൻസിലുണ്ടായ ഭീകരാക്രമണം. ഇത് പത്രവാർത്തയാണോ, ഡയറി കുറിപ്പാണോ, പ്രാർത്ഥനയാണോ? 16 ജൂലൈ 2016 സാറ്റർഡേ, ഫ്രാൻസിലുണ്ടായ ഭീകരാക്രമണം, 84 മരണം. എന്തായത്? സത്യത്തിൽ എന്തായത്? അച്ഛാ, ഇത് ആക്ച്വലി ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഭാഗമാണ്. ഇത് അച്ഛനെ എവിടുന്ന് കിട്ടി? അതാണ്, ഞാൻ മുറിയിൽ നിന്ന് കിട്ടിയതാണ്. എനിക്ക് ഏകദേശം പ്രാർത്ഥനയാണെന്ന് തോന്നി. പക്ഷേ അതിലുപരി വെറുതെ ഇങ്ങനെ പ്രാർത്ഥനകൾ ഇങ്ങനെ നിരത്തി എഴുതിയ പ്രാർത്ഥനാ പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആൾക്കാരുടെ സങ്കടങ്ങൾ എഴുതിയൊരു ബുക്ക് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് കേൾക്കണമെന്ന് തോന്നി. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞില്ലേ, ഇത് തുടങ്ങാൻ കാരണം ഈ 2013 ഒരു ഡിസംബർ മാസം ഉണ്ണി, എൻ്റെ മൂത്ത മകൻ ഉണ്ണി ഇങ്ങനെ പത്രം വായിച്ചിട്ട് അവൻ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞ്, അപ്പോൾ എനിക്ക് വലിയ പ്രയാസമുണ്ട്. എന്താ നിൻ്റെ പ്രയാസം എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ്, പത്രത്തിൽ ചൈനയിൽ 2ാമത്തെ കുട്ടി ബ്ലാക്ക് ചൈൽഡ് എന്ന് അറിയപ്പെടും. കാരണം ഒരു കുട്ടിയെ അവർ അംഗീകരിക്കത്തുള്ളൂ, 2ാമത്തെ കുട്ടിയെ ബ്ലാക്ക് ചൈൽഡ് എന്ന് പറയത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ എൻ്റെ 2
ബ്രദേഴ്സിനെയും ബ്ലാക്ക് ചൈൽഡായിട്ട് മാറിക്കഴിഞ്ഞാൽ അവർക്കൊരു അംഗീകാരവും ഗവൺമെൻറ് ഇല്ല, മറ്റ് ഒരു അംഗീകാരം ഇല്ലാതെ വന്നാൽ എനിക്ക് വലിയ പ്രയാസത്തിലാണ്. നമുക്ക് എന്ത് ചെയ്യാൻ നോക്കും? പെട്ടെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ചൈന ഗവൺമെൻറ് എടുത്തൊരു തീരുമാനം നമുക്ക് എന്ത് ചെയ്യാൻ നോക്കും? പെട്ടെന്ന് ഞാൻ ഓർത്ത് ഇവൻ്റെ വിശ്വാസവും എൻ്റെ വിശ്വാസമൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കണമെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. അന്ന് ഞങ്ങൾ 5 പേരും കൂടി, ഞങ്ങൾ 5 പേരും കൂടി, 5 പേരല്ലേ നമ്മൾ 5 പേരും കൂടി ഇരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച്, ദൈവമേ ചൈനയിലെ ഈ ബ്ലാക്ക് ചൈൽഡ്, അതായത് ഒരു കുട്ടിയെ മാത്രം അംഗീകരിക്കുന്ന ഗവൺമെൻറ് പോളിസി മാറ്റണമെന്ന് ഞങ്ങൾ ശക്തമായിട്ട് മുട്ടുകുത്തി അങ്ങ് പ്രാർത്ഥിച്ച് ഏതാണ്ട് 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞപ്പം വീണ്ടും പത്രത്തിൽ ഒരു വീണ്ടും വന്നിരിക്കുന്നു, ഗവൺമെൻറ് ഹാസ് ചേഞ്ച് ദ റൂൾ. 2 കുട്ടികളെ അവരംഗീകരിക്കുന്നു. അത് വലിയൊരു വിശ്വാസത്തിലേക്ക് എന്നെയും തന്നെയല്ല എൻ്റെ മക്കളെയും ആഴപ്പെടുത്തി. വെരി ഗുഡ്. ഇത് കേൾക്കുമ്പോൾ വളരെയധികം ഒരു സ്പിരിറ്റുള്ള കാര്യമാണ്. അതായത് പ്രാർത്ഥന ദൈവം കേട്ടു എന്നതിലുപരി സാധാരണ നമ്മൾ കേൾക്കാറുണ്ട് ശരിക്കും എന്താന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടി പറയണ്ട അതിനകത്ത്. കാരണം എന്താ പറയുക, ഒരു മലയോട് ചെന്ന് കടലിൽ പോയി കിടക്കുക എന്നൊക്കെ പറയുന്ന കണക്ക് ഒരു ഗവൺമെൻറ്റിൻ്റെ തീരുമാനം ഈ കുഞ്ഞ് ഞങ്ങളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർക്ക് മാറ്റാമെന്ന് എനിക്ക് വെളിപാട് കിട്ടിയ എനിക്കൊരു വെളിച്ചം കിട്ടിയ അല്ലെങ്കിൽ പ്രകാശം കിട്ടിയ ഒരു സമയമായിരുന്നു അത്. അതുകൊണ്ട് തന്നെയാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയത്. ഞങ്ങളെല്ലാ സാറ്റർഡേയ്സും അതങ്ങനെ ഓരോ 5 വിഷയങ്ങളെടുത്ത് ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്ത് ഈ സംഭവത്തോടു കൂടി അതിനകത്ത് ഓരോ വിഷയങ്ങളാണ് നമുക്ക്. ആ വിഷയങ്ങൾ മാത്രമല്ല, ഈ വിഷയങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഇപ്പം അച്ഛൻ ഫ്രാൻസിൻ്റെ കാര്യമല്ല ചോദിച്ചത്. ഈ ഫ്രാൻസിൻ്റെ വിഷയം എടുത്തത് ഞാനല്ല, ഈ 2 പിള്ളേർ, അതായത് എൻ്റെ ആദ്യത്തെ മൂത്ത 2, അതായത് സേവറും ജെറോമും, അത് ഉണ്ണിയും അപ്പു എന്ന് പറയുന്ന ഈ സേവറും ജെറോമുമാണ് ഒരാഴ്ച അവർ വിഷയങ്ങൾ കൊണ്ടുവരുന്നത്. ഈ വിഷയമാണെന്ന് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയാണ് ഈ ഫ്രാൻസിൻ്റെ വിഷയവും അന്ന് 84 മരണമൊക്കെ നടന്ന് അപ്പോൾ ആ കുടുംബത്തേക്ക് ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഇവരായിട്ട് കൊണ്ടുവരുന്നതാണ് വിഷയം. ആ വിഷയം വെച്ച് ഞങ്ങൾ ഒരാഴ്ച ഒരു രഹസ്യം വെച്ചിട്ട് ഞങ്ങളത് പ്രാർത്ഥിക്കുക. അത് പ്രാർത്ഥന തന്നെ കുറച്ച് കഠിനം. അച്ഛൻ കേട്ടാൽ ആൾക്കാർ കളിയാക്കുമായിരിക്കാം. പക്ഷേ ഞങ്ങൾ എല്ലാ സാറ്റർഡേയിലും ഈ സമയത്ത് ഞാനും ഞങ്ങളെ 5 മക്കളും, അത് ഇളയ കുട്ടി വരെ, ജാസ്മിൻ ഒഴിച്ച് ബാക്കി എല്ലാവരും മുട്ടുമേൽ ഇങ്ങനെ നിരങ്ങി ഞങ്ങളുടെ വീട് മുഴുവനും ചുറ്റി നടയെന്ന് തുടങ്ങും പ്രാർത്ഥന. നടയെന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ അവസാനിക്കും. ഏതാണ്ട് 1.5 മണിക്കൂർ പ്രാർത്ഥന ഞങ്ങൾ ചൊല്ലും, എല്ലാ സാറ്റർഡേയും ചൊല്ലും. അങ്ങനെയാണ് ആ പ്രാർത്ഥനയുടെ ഇത് കേൾക്കുമ്പോൾ തോന്നുന്നൊരു കാര്യം ഇതാണ്. ഒരു കയ്യിൽ ബൈബിളും മറ്റൊരു കയ്യിൽ ദിനപത്രവും ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയൊക്കെ വായിക്കുന്നതിൻ്റെ കാര്യം ഇതെല്ലാം പ്രാർത്ഥനയുടെ വിഷയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഞെട്ടിയത് ഈ കാര്യമുണ്ട്. ഫ്രാൻസിലുണ്ടായ ഭീകരാക്രമണം എന്ന് വായിച്ചപ്പോൾ ഞെട്ടി. പക്ഷേ അതിൻ്റെ രഹസ്യം ഇതാണ്. അങ്ങനെയുള്ള ആഗോള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ പ്രാർത്ഥനയുടെ വിഷയമായി മാറുന്നു. ആ പ്രാർത്ഥനയ്ക്കൊരു ഫലം നിങ്ങൾ കണ്ടെത്തുന്നു. ഇത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ പ്രാർത്ഥനാ പുസ്തകം വായിച്ചാൽ വേണമെങ്കിൽ ഒരാൾക്ക് നല്ലപോലെ വായിച്ചാൽ PSC ടെസ്റ്റിനൊക്കെ എഴുതി ജോലിയൊക്കെ വാങ്ങിക്കാം. കാരണം ഇത് നേരത്തെ പറഞ്ഞ ഫ്രാൻസിലുണ്ടായ ഭീകരാക്രമണം, സിറിയയിലെ ക്രിസ്ത്യൻസ്, പിന്നെ ISIS ഹാസ് കിഡ്നാപ്ഡ് 210 പീപ്പിൾ. അപ്പോൾ ഈ ആഗോള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിനകത്ത് സ്പോർട്സ് ഉണ്ട്, ആർട്സ് ഉണ്ട്. അല്ല പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഈ വിഷയം ഇത് എടുക്കേണ്ടത് ആരെച്ചാൽ അത് 2 മക്കളാണ് കൊണ്ടുവരുന്നത്. അവർ സ്കൂളിൽ നിന്നൊക്കെ എനിക്ക് തന്നെ അതിശയമുണ്ട്. സ്കൂളിൽ നടക്കുന്ന സംഭവങ്ങൾ അതൊക്കെ വളരെ അവർ വന്നിട്ട് പറയുന്ന സ്കൂളിൽ എന്താണ് ഈ ഉള്ള മയക്കുമരുന്ന് അങ്ങനത്തുള്ള കാര്യങ്ങൾ, അതെല്ലാം അവർ തരുന്ന വിഷയങ്ങളാണ്. അവർ തരുന്ന വിഷയങ്ങളാണ്. എനിക്ക് അറിഞ്ഞൂടെ ഇവിടെ എന്തൊക്കെ എഴുതിയിട്ടുണ്ടെന്ന്. മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അച്ഛൻ്റെ പേരുണ്ടല്ലോ, ലണ്ടൻ റിട്രീറ്റ് ഫോർ ഡാനി. എൻ്റെ പേര് ഞാൻ കണ്ടില്ല. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം എന്നെ ശരിക്കും ഞെട്ടിച്ചു. അത് ചോദിച്ചാൽ നിങ്ങൾ ഞെട്ടും. ഇതിനകത്തൊരു പ്രാർത്ഥന നിങ്ങൾ കണ്ടോ? കുർബാന കെയർലെസ്സായിട്ട് ചൊല്ലുന്ന വൈദികർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും ടച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഏതായാലും കൂടുതലൊന്നും പറഞ്ഞു. പക്ഷെ ഒരു കാര്യം തീരുമാനിച്ച്, കുർബാന ചൊല്ലുമ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് ചൊല്ലാം. കാരണം നമ്മുടെ യൂക്കരിസ്റ്റ് അടിസ്ഥാനമായതുകൊണ്ട് അക്കാര്യത്തിൽ അപ്പം ഒരു വൈദികൻ കുർബാന ചെല്ലുന്നത് മുതൽ അങ്ങ് സിറിയയിലെ വിഷയം വരെ ഇതിനകത്ത് വന്നിരിക്കുന്നു. ഞങ്ങൾക്കൊരു എക്സ്പീരിയൻസ് വന്നതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചത്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ
ഞങ്ങളൊരു കുർബാനയിൽ പങ്കെടുത്തത്. അപ്പോൾ പ്രാർത്ഥിച്ചു പോയതാണ്. കുറച്ചും കൂടെ ലൈവായിട്ട് കുർബാന ചൊല്ലിയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നി. ഓക്കെ ഓക്കെ, ഇത് നിങ്ങളുടെ ഒരു സ്വകാര്യ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന ബുക്കാണെന്ന് അറിയാം, അല്ല പബ്ലിക്കായിട്ടല്ല. എന്നാലും ഞാനൊരു അച്ഛനായതുകൊണ്ട് എന്നെ ഇത് ഇൻസ്പയർ ചെയ്ത് കുറച്ചും കൂടെ നല്ലതുപോലെ കുർബാന ചൊല്ലാം. അപ്പോൾ ഏതായാലും ഈ ബുക്ക് വളരെ മനോഹരമായിരിക്കുന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണം, വയലൻസ്, കേരളത്തിൽ നിന്നും കാണാതായ 300ഓളം. അപ്പോൾ ഒരു കാര്യമുണ്ട് ഇതിനകത്ത്. നോക്കണ്ട ഇതൊക്കെ. അല്ല, ഇതിനകത്ത് ഞാൻ നോക്കിയതിൽ മിസ്സായ കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങ് കേരളത്തിലെ ഈ ആലപ്പുഴയിൽ നിന്ന് അമേരിക്ക വരെയും ലോകം മുഴുവനും ഒക്കെ മിസ്സായ ഒരു കാര്യമുണ്ട്. മാർട്ടിൻ ചേട്ടൻ ഇതിനകത്തില്ല, ജാസ്മിൻ ചേച്ചിയില്ല, നിങ്ങളുടെ വീട്ടിലെ സഹോദരങ്ങൾ ആരുമില്ല. അതൊരു ശരിയായ കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? അത് പിന്നെ ശരി. എനിക്കതൊരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. നമ്മുടെ കാര്യങ്ങളല്ല പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മളെ മറക്കുന്നത് മറ്റുള്ളവരെ ഓർക്കുന്നതുമാണ്. ആ ഓർമ്മയുടെ പുസ്തകമാണ്. അത്തരത്തിൽ ഇതിന് ഒരു പടി കൂടെ ഒരു മൂല്യമുള്ളതായിട്ട് തോന്നുന്നു. നമ്മളുടെ സ്വന്തം കാര്യം എഴുതാനാണെങ്കിൽ ഒരു പേജ് മതി. ഇതിപ്പോൾ ഇത്രയും ബുക്കിലേക്ക് പോയതിൻ്റെ അർത്ഥം തന്നെ നിങ്ങളില്ലാതെ മറ്റുള്ളവരുടെ വിഷയങ്ങളിലേക്ക് ഇറങ്ങാനായിട്ട് ഒരുപാട് സാധിച്ചു എന്നുള്ളത് ഇതിൻ്റെ ഒരു ആത്മാവായിട്ട്, ഇതിൻ്റെ ഒരു സ്പിരിച്വാലിറ്റി. അപ്പോൾ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സഹായിക്കുന്ന പ്രാർത്ഥനകളുണ്ട്, പക്ഷെ അതിന് മോഡലായിട്ട് എടുക്കാവുന്ന മറ്റുള്ളവരുടെ സങ്കടങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ബുക്ക് എല്ലാവർക്കും അത് ഒരു മാതൃകയാക്കി എടുത്താൽ വളരെ നല്ലതാണ്. വളരെയധികം ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ആശംസകൾ. ദൈവത്തിൻ്റെ സ്തുതി അച്ഛാ. സാധാരണ നമുക്ക് വിടുന്ന മധ്യസ്ഥ പ്രാർത്ഥനകൾ രസകരമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ദിവസം ഒരു ഫോൺ എനിക്ക് വന്ന് ഒരു അമ്മച്ചി പറഞ്ഞ്, അച്ഛാ ദേ വീട്ടിൽ അച്ചാറിട്ട് തുടങ്ങിയിരിക്കുക, അത് നല്ലപോലെ ഒന്ന് റെഡിയാകാൻ പ്രാർത്ഥിക്കണം. അതോടൊപ്പം അച്ഛാ വീട്ടിൽ പുറത്തൊരു മരം വെട്ടുന്നുണ്ട്, അത് വീടിൻ്റെ മുകളിലോട്ട് വീഴാതെ ഒന്ന് മാറി വീഴാൻ പ്രാർത്ഥിക്കണം. ഇതുപോലെ വീട്ടിനകത്ത് അച്ചാറും പുറത്തെ മരം വെട്ടും, ഇനി ഒരു പൊടി കൂടെ കിടന്ന് മക്കളുടെ കാര്യവും ജോലി, ഇതിനകത്ത് മാത്രം നമ്മളിന്ന് ഇങ്ങനെ ചുരുങ്ങി കറങ്ങി കളിക്കുമ്പം ദേ ഇവിടെ ഒരു ബുക്ക്, സ്വന്തം കാര്യങ്ങളെല്ലാം വിട്ടുപോയിട്ട് ലോകം മുഴുവനുള്ള എല്ലാ കാര്യങ്ങളും കടന്നു പോകുന്ന ഒരു പ്രാർത്ഥനയുടെ ബുക്ക്. വളരെ മനോഹരമായിരിക്കും. അപ്പം ഇതുപോലുള്ള ഇനി എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ എഴുതി ഒരുപാട് പ്രാർത്ഥനയൊക്കെ നടക്കട്ടെ കൃത്യമായിട്ട്. അച്ഛൻ്റെ പുതിയ പരിപാടി എന്തൊക്കെയാണ്? നവംബർ 25-ന് കേപ്പാ ഉണ്ണി. അപ്പോൾ മടിച്ചേട്ടാ, അപ്പോൾ ഉണ്ണിയുടെ അടുത്ത കാര്യം എന്താ? അവനിപ്പോൾ യൂറോപ്പിൽ മെഡിസിന് ജോയിൻ ചെയ്യാണ്. മെഡിസിന്? അപ്പം പിന്നെ പണ്ടെങ്ങാണ്ട് മാർപ്പാപ്പയെ കണ്ടെന്നോ അപ്പോൾ അച്ഛനാകണമെന്ന് പറഞ്ഞൊക്കെ ഒക്കെ വിട്ടോ? അല്ല, അതൊരു എക്സൈറ്റ്മെൻ്റ് അവൻ പറഞ്ഞതാണ്. പക്ഷെ ഇപ്പം അവൻ്റെ ആഗ്രഹം നല്ലൊരു ഡോക്ടറാണെന്നാണ് അവൻ്റെ ആഗ്രഹം. എന്താണ്? അതെ അതെ, കൊള്ളാം, നല്ല കാര്യം. നല്ലൊരു ഡോക്ടറും ആവശ്യമാണ് ഇപ്പോഴത്തെ, വളരെ അത്യാവശ്യം. മാർപ്പാപ്പയ്ക്ക് മാത്രമല്ല, ലോകത്തോടെ എല്ലാവർക്കും നല്ലൊരു ഡോക്ടറിൻ്റെ വളരെ അത്യാവശ്യമുള്ളതാണ്. അത് സാരമില്ല, ഡോക്ടർ ആയിക്കും. അച്ഛൻ്റെ പുതിയ പരിപാടി എന്തൊക്കെയാ? എൻ്റെ പുതിയ പരിപാടി ഡേലൈറ്റിൻ്റെ അത് തന്നെ ഒന്നും കൂടെ സജീവമാകുക എന്നുള്ള. കേപ്പാ, നീ അച്ഛനാകുന്നുണ്ടോ? ലോകം മുഴുവനുമുള്ള വൈദികരുടെ തന്നെ ഒരു സ്വപ്നമാണ് ഒരു മാർപ്പാപ്പയെ നേരിട്ട് കാണാൻ പറ്റുക. എത്ര വൈദികർക്ക് അതിന് സാധിച്ചിട്ടുണ്ടാവുമെന്ന് അറിയത്തില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ മാർട്ടിൻ ചേട്ടന് ഇതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. കുടുംബവുമായിട്ട് മാർപ്പാപ്പയെ ഒന്ന് നേരിട്ട് കാണാൻ കഴിയുക, സംസാരിക്കുക. ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. അതിനെക്കുറിച്ച് കേൾക്കാനായിട്ട് വലിയ ആഗ്രഹമുണ്ട്. അച്ഛാ, അത് സംഭവിച്ചത്, ഞാൻ എൻ്റെ ജീവിതം ഖത്തറിലായിരുന്നു. അവിടെ എനിക്കൊരു ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടുത്തെ പള്ളിയായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പാരിഷ് കൗൺസിൽ കോർഡിനേറ്ററായിരുന്നു. അപ്പോൾ പീറ്റർ അച്ഛനായിരുന്നു അവിടുത്തെ വികാരി. അപ്പം അവിടെ ഒരു ഇൻ്റർപോൾ കോൺഫറൻസ് നടക്കാൻ പോവുകയാണ്. ആ സമയത്ത് വത്തിക്കാനിൽ നിന്ന് കുറച്ച് ഡെലിഗേറ്റ്സ് വന്നിരുന്നു. പ്രൈം മിനിസ്റ്ററും പിന്നെ DGPയും അങ്ങനെ കുറേ ആൾക്കാർ വരുന്നു. അപ്പോൾ അവരുടെ കൂടെ അച്ഛനൊരു വെറുതെ ഒരു സൗഹൃദ നിലയിൽ എന്നെ കൊണ്ടുപോയതാണ്. ആ പോക്ക് അവസാനിക്കുന്നത് അങ്ങ് വത്തിക്കാനിലെ മാർപ്പാപ്പയെ കണ്ടുകൊണ്ടാണ്. ഇത് കൊള്ളാമല്ലോ, വളരെ ഇൻട്രസ്റ്റിംഗാണ്. അപ്പോൾ ഈ പീറ്റർ അച്ഛൻ്റെ കൂടെ ജസ്റ്റ് ഒരു സുഹൃത്തായിട്ട് എത്തിയിട്ട് അത് അവസാനിക്കുന്നത് റോമിൽ, വത്തിക്കാനിൽ, മാർപ്പാപ്പടമ്പിൽ. അപ്പോൾ ശരിക്കും അതെങ്ങനെയാണ് ആ ദൈവപരിപാലനയുടെ ആ ഒരു
ആ യാത്ര പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അച്ഛാ അത് വളരെ രസകരമാണ്. അപ്പം ഞാൻ അന്ന് എനിക്ക് ഖത്തറിലൊരു നല്ലൊരു ബിസിനസ്സുണ്ട്, 550 സ്റ്റാഫുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു സമയത്ത് ആ ഒരു ബിസിനസ് ഇങ്ങനെ ഫ്ലഷ് ചെയ്ത സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അപ്പം ഞാൻ ഇവരെ എയർപോർട്ടിൽ പോയി ഇവരെ റിസീവ് ചെയ്യുന്നു. റിസീവ് ചെയ്ത് ഇവരെ കൊണ്ട് ഹോട്ടലിലോട്ട്, അത് ഇൻ്റർപോൾ കോൺഫറൻസ് നടക്കും, പോലീസ് ഇൻ്റർപോൾ കോൺഫറൻസ് നടക്കുകയാണ്. ഈ സമയത്താണ് ഈ വത്തിക്കാനിൽ നിന്ന് ഡെലിഗേറ്റ്സ് ഒക്കെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇവരെയും കൊണ്ട് പീറ്റർ അച്ഛനും ഞാനും കൂടി ഒരു വലിയ ഒരു 5 സ്റ്റാർ ഷെറാട്ടൺ ഹോട്ടൽ അവരെ കൊണ്ട് അവിടെ ആക്കിയാണ്. അവിടുന്ന് അവർക്ക് വേറൊരു ഹോട്ടലിൽ പോകണം. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു തൽക്കാലം മാട്ടിനോട് നിൽക്കുക. അപ്പോൾ അച്ഛൻ പറഞ്ഞു മാട്ടിനോട് നിൽക്കുക, ഇവരെ അങ്ങോട്ട് ആക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ അവരെ കാത്തവിടെ നിൽക്കുകയാണ്. പക്ഷേ അവർ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുമ്പം ഏതാണ്ട് രാത്രി, ഞാൻ ഇറക്കിയ 9 മണിക്കാണ്, 2:30-3 മണി വരെ ഞാനവിടെ കാത്തു നിൽക്കുകയാണ്. ഈ 2:30-3 മണി വരെ കാത്തു നിൽക്കുമ്പോൾ ഇവർ പ്രതീക്ഷിച്ചില്ല ഞാനിവിടെ കാത്തു നിൽക്കുമെന്ന്. അപ്പോൾ ഇവരോർത്ത് പീറ്റർ അച്ഛൻ വിട്ട ആളല്ലേ കാത്തിരിക്കാൻ. ഇവർ പറഞ്ഞു ഓക്കെ എൻ്റെ പെട്ടിയെടുത്തേ, അതെടുത്തേ, ഇതെടുത്തേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വിചാരിച്ചത് ഞാനൊരു പീറ്റർ അച്ഛൻ അയച്ച ഒരു പയ്യൻ, ഈ ജോലിയൊക്കെ ചെയ്യാനായിട്ട് അയച്ച ഒരു പയ്യനായിരിക്കും പോയി എന്നുള്ള സങ്കല്പത്തിലാണ് ചെയ്തത്. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞില്ല, അന്നൊരു എനിക്ക് നല്ലൊരു ബിസിനസ്സൊക്കെ ഉണ്ട്, 100-500 സ്റ്റാഫൊക്കെ ഉള്ളൊരു സമയമായിരുന്നു. അപ്പോൾ എനിക്കൊരു ചെറിയൊരു വിഷമം തോന്നി. ഈ പെട്ടിയൊക്കെ എടുത്ത് തലയിൽ വെക്കുക, അതെടുത്തുകൊണ്ട് വരിക. അന്നൊരു നല്ല കാശൊക്കെ ഉള്ള, വളരെ ഒത്തിരി കാറൊക്കെ ഉള്ള ഒരാളായിരുന്നു അല്ലേ? അതെ, തീർച്ചയായിട്ടും. എന്ന് പറഞ്ഞാൽ അന്നൊരു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി തന്നെ റേഞ്ച് റോവറായിരുന്നു. റേഞ്ച് റോവർ സൂപ്പർ വാഗൺ. അത് ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ് അന്നത്തെ കാലഘട്ടത്തിൽ. അതായിരുന്നു ആ സമയത്തായിരുന്നു ഞാൻ അങ്ങനെ വലിയൊരു കാറിലൊക്കെ സഞ്ചരിക്കുന്ന ഒരുപാട് ജോലിക്കാരെയൊക്കെ വെച്ചിരിക്കുന്ന ഒരാൾ വന്നിട്ട് ഒരു ജോലിക്കാരനായി മാറുക. ആദ്യം ഒരു ഈഗോ പ്രശ്നം തോന്നി, ശരിക്കും തോന്നി. പക്ഷേ ഞാൻ ഓർത്ത് ഇത് ദൈവമായിട്ട് എന്നെക്കൊണ്ട് ഇതൊരു അവസരമായിട്ട് തോന്നി. എല്ലാം മനസ്സിൽ മാറ്റി ഞാൻ അവരുടെ ഇതെല്ലാം എടുത്ത് വേറൊരു ഹോട്ടലിൽ കൊണ്ടുപോയി. ആ ഹോട്ടലിൽ കൊണ്ടിപ്പോൾ അവർ പറഞ്ഞ് അവിടെ അല്ല വേറെ, അങ്ങനെ ഓരോ പ്രാവശ്യം പൊക്കിയെടുത്ത് ഇങ്ങനെ ചെയ്തു. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് അവരെന്നെ ചെയ്യിപ്പിച്ച്. അതിനുശേഷം പിറ്റേ ദിവസം അവർ പറഞ്ഞ് നാളെ കൃത്യം എത്ര മണിക്ക് വന്ന് ഞങ്ങളെ പിക്ക് ചെയ്യണം, കൊണ്ട് മറ്റേ ഹോട്ടലിൽ, ആ കോൺഫറൻസ് നടക്കുന്ന ഹോട്ടലിൽ കൊണ്ടാക്കണം. അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ തന്നെ അവിടെ ചെന്ന് അവരെ പിക്ക് ചെയ്ത് കൊണ്ടാക്കും. അപ്പോൾ ഇടയ്ക്ക് അവർ ഓരോന്ന് പറയും, അത് എസ് സാർ എന്നൊക്കെ പറഞ്ഞ് ചെയ്തുകൊണ്ടിരുന്നു. ഞാനതൊരു സർവീസായിട്ട് മാത്രം എടുത്തു. ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. കാരണം ഇപ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു ആകാംക്ഷ ഇത് എങ്ങനെ മാർപ്പാപ്പ മുമ്പിൽ എത്തി എന്നുള്ളതാണ്. എന്നിട്ട് അതാണ്, അത് വളരെ രസമാണ്. ഇതെല്ലാം ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഇവർ പറയും നമുക്കിനി നേരെ നമ്മുടെ പാരീഷിലോട്ട് പോകാം. അതായത് ഇവിടെ ഇത്ര ദിവസം വന്നല്ലേ, പാരീഷിലോട്ട് പോകാമെന്ന് പറഞ്ഞു. ഇവർ വന്നിരിക്കുന്ന കോൺഫറൻസിനാണ്. അങ്ങനെ പാരീഷിലേക്ക് പോകുന്നു, പീറ്റർ അച്ഛനെ കാണുന്നു. പീറ്റർ അച്ഛൻ ചോദിച്ചു, മാർട്ടിൻ, ഇവർ പറയുന്നല്ലോ മാർട്ടിൻ അയച്ച ആ ഡ്രൈവർ എക്സലൻ്റ് ആണ്, ആരെയാണ് അയച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് ഇയാൾ തന്നെയാണ് ഡ്രൈവർ എന്ന്, ഇയാളായിരുന്നു കൊണ്ടുപോയെന്ന് പറഞ്ഞു. അപ്പോൾ പീറ്റർ അച്ഛൻ പറഞ്ഞു, അയ്യോ അത് മാർട്ടിൻ ഈ ഒരു ബിസിനസ്സുകാരനാണ്, അങ്ങനെയാണെന്ന് കുഞ്ഞ് അച്ഛൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പെട്ടെന്ന് അവർക്ക് വല്ലാതെ അവർക്കൊരു ജാളിത, ഒരു വിഷമമൊക്കെ ഉണ്ടായി. അവർ പറഞ്ഞ് എന്നെ ഒന്ന് പേഴ്സണലായിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് അവരെനിക്കൊരു പാക്കറ്റ് കുറേ $, വെച്ച് എൻ്റെ കൈ കൊണ്ട് തന്നു. ഇത് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു. അല്ല, അവരെന്തെങ്കിലും സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് തരുന്നതെല്ലാം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വേണ്ട, തിരിച്ചു കൊണ്ടുപോയിക്കോളൂ. അങ്ങനെ അത് ഏറ്റവും അവസാനം അവരെന്നോട് ചോദിച്ചു, എന്തെങ്കിലും ഒന്ന് ചോദിക്കുക, ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് എന്തെങ്കിലും ചോദിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് എന്ത് ചോദിക്കാനാ, കർത്താവ് എല്ലാം തന്നിട്ടുണ്ട്, എങ്കിൽ പിന്നെ ഒരു കാര്യം ചോദിക്കാന്ന് വെച്ചാൽ ഐ ജസ്റ്റ് വാണ്ട് ടു മീറ്റ് പോപ്പ് ഫോർ എ ഡേ. ഓഹോ, വലിയ വരം ചോദിച്ചു. സാധാരണ നമ്മുടെ കഥകളിലൊക്കെ കേട്ടപ്പോൾ അവർക്ക് ദേഷ്യം തോന്നി. പോപ്പിനെ കാണണം, ഒരു ദിവസം പോപ്പിനെ കാണാനൊക്കെ ചോദിക്കുന്നത് മാട്ടിന് നാണമില്ലെന്ന് വെച്ചാൽ അത് സാധാരണഗതി നടക്കുന്ന കാര്യമല്ല. എനിക്കും പെട്ടെന്ന് കേൾക്കുമ്പോൾ തോന്നുന്ന ഇതെങ്ങനെ നടത്തും. ഇപ്പം പെട്ടെന്ന് കയറി മാർപ്പാപ്പയെ ഒരു ദിവസത്തേക്ക് കാണണമെന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് ക്വൈറ്റ് ഇമ്പോസിബിൾ. അപ്പോൾ എനിക്കും അറിയാം ഇമ്പോസിബിൾ ആണ്. പിന്നെ അവരെ ഒന്ന് ഒഴിവാക്കാനോ അവർ ചോദിക്കാതിരിക്കാനോ ഒക്കെ ഞാൻ പറഞ്ഞു ഓക്കെ, ഒരിക്കലും നടക്കത്തില്ല. ഓക്കെ, ഞാനും വിട്ട് അവരും വിട്ട്. അങ്ങനെ ഏതാണ്ട് ഒരു 3 ആഴ്ച കഴിയുമ്പം എനിക്ക് അവിടെ നിന്ന് മാർപ്പാപ്പയുടെ ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നിരിക്കുന്നത്, നിങ്ങളെ മാർപ്പാപ്പയ്ക്ക് കാണണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കത് വിശ്വാസം വന്നില്ല. അത് ശരിയാണോ, അത് എപ്പോഴാണ് എൻ്റെ സമയം, അതവിടെ പോകാൻ നിങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യം എന്നൊക്കെ പറഞ്ഞ് ഇത് ചോദിച്ചപ്പോൾ എനിക്കൊരു വിശ്വാസം തോന്നില്ല. ആരുടെ കത്താ വരുന്നത്? എനിക്ക് അവിടുന്ന് എനിക്കൊന്ന് അവരുടെ മാർപ്പാപ്പയുടെ തൊട്ടടുത്തുള്ള ഓഫീസിൽ നിന്നാണ്, വത്തിക്കാനിൽ നിന്നുള്ള ഒഫീഷ്യൽ ലെറ്റർ കിട്ടി. ഒഫീഷ്യൽ ലെറ്ററൊക്കെ അച്ഛൻ കാണിച്ചു തരാം. അപ്പോൾ വന്ന് ഇങ്ങനെ വരണമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്കത് അങ്ങ് വിശ്വാസയോഗ്യമായിട്ട് തോന്നിയില്ല. അത് കാരണം പിന്നെയും ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്തപ്പോൾ വീണ്ടും എനിക്ക് അവർ വിളിച്ചിട്ട് എന്നാണ്, ഏത് സമയത്താണ്, ഡിസംബറിൽ വേണോ ജാനുവരി വേണോ, അങ്ങനെ ഒരു ഡേറ്റൊക്കെ ചോദിച്ച് എന്നോട് വീണ്ടും ചോദിച്ചു.
അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ ജാനുവരി വരാം എന്ന് പറഞ്ഞു. ജാനുവരി വരാമെന്ന് ഞാൻ വീട്ടിൽ അപ്പോൾ അവർ പറഞ്ഞു ഒറ്റയ്ക്ക് മാർട്ടിൻ ഒറ്റയ്ക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എൻ്റെ ഭാര്യയും കുട്ടികളും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വരത്തുള്ളൂ. അങ്ങനെ പറഞ്ഞപ്പോൾ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് അവർ പറഞ്ഞു ഓക്കെ ഭാര്യയും കുട്ടികളും എന്നുള്ള രീതിയിൽ അവരെ സംഭവിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ വത്തിക്കാനിലോട്ട് അത് ഫ്ലൈ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് അപ്പം പോകുന്നതിന് മുമ്പ് ഞാനിങ്ങനെ എല്ലാവരോടും പറഞ്ഞ് ഇങ്ങനെ കുറച്ച് അറിയാവുന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വത്തിക്കാനിലിങ്ങനെ മാർപ്പാപ്പയെ കാണാൻ പോകുന്ന കാര്യം ആരും പറയും ഇന്ന് ഈ ഇൻക്ലൂഡിങ് നമ്മുടെ പീറ്റർ അച്ഛൻ പോലും അത് അത്ര വിശ്വാസയോഗ്യമായിട്ട് എടുത്തില്ല. ഇത് നടക്കുമോ മാട്ടൻ, ചിലപ്പോൾ അവർ പറഞ്ഞിട്ട് പോയതായിരിക്കും അത് നടക്കുമോ. പക്ഷേ എന്തായാലും ഞാനങ്ങ് തീരുമാനിച്ച് ഏതായാലും ടിക്കറ്റുണ്ട് ഇതുണ്ട് പിള്ളേരായിട്ട് കയറി ഫ്ലൈറ്റിൽ കയറിയിരുന്നപ്പോൾ എൻ്റെ മൂത്ത മകൻ ചോദിച്ചു അപ്പ നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്, നമുക്ക് ഏതാണ് ഹോട്ടൽ എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു അതെനിക്ക് അറിഞ്ഞൂടാ. അപ്പോഴേക്കും അവിടെ നമ്പറൊക്കെ കയ്യിലുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്പറുണ്ട്, നമുക്ക് ഇറങ്ങിയിട്ട് നമുക്ക് വിളിക്കാം. അങ്ങനെ പറഞ്ഞ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത ഉടനെ ആ ഫ്ലൈറ്റിലോട്ട് അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് പോലീസ് കയറി വന്നിട്ട് ഞങ്ങളുടെ പാസ്പോർട്ട് മേടിക്കുകയും പിന്നെ ഞങ്ങൾ ഒന്നും അറിയണം ഞങ്ങളുടെ പെട്ടിയും എല്ലാ ലഗേജും എല്ലാം ഞങ്ങളെ അങ്ങനെ കൂടെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകായിരുന്നു. ഒന്നും ഞങ്ങൾക്കറിയാം, ഞങ്ങളോർത്ത് ഒരു സ്വപ്നം കാണുന്ന കണക്കായിരുന്നു. ഞങ്ങളെ കൊണ്ടുപോയി പിന്നെ ഞങ്ങൾ നേരെ വത്തിക്കാനിലാണ് എത്തുന്നത്. സാധാരണ എനിക്കൊന്ന് വത്തിക്കാനിൽ ഈ പ്രീസ്റ്റും ഇങ്ങനത്തുള്ള ബിഷപ്പ്മാരെ മാത്രമേ അവർ താമസിപ്പിക്കാത്തുള്ളൂ. അപ്പോൾ ഞാനോർത്ത് ഈ വത്തിക്കാൻ്റെ തൊട്ട് പുറത്ത് എവിടെയെങ്കിലും ഹോട്ടലായിരിക്കും അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ അവർ ആ വത്തിക്കാനിൽ ഉള്ളിൽ തന്നെ ഞങ്ങളെ അവിടെ താമസിപ്പിക്കുകയും ഞങ്ങൾക്ക് ഒരു 10 ദിവസം ഇറ്റ്സ് റിയലി വണ്ടർഫുൾ. അപ്പോൾ ഇനി അടുത്തത് എനിക്ക് തോന്നുന്നത് ഇതിനേക്കാൾ എക്സൈറ്റിങ്, കാരണം നമ്മൾ അതിൻ്റെ വാതിൽക്കൽ എത്തിയിരിക്കുകയാണ്. ഇനി മാർപ്പാപ്പയുമായിട്ട് ഏത് മാർപ്പാപ്പയാണ് അപ്പോഴത്തെ? ബെനഡിക്ട് 16 മാർപ്പാപ്പ. ഇനി അടുത്തത് നമുക്ക് കേൾക്കാനും സംസാരിക്കാനും ഉള്ളത് ആ ഒരു വലിയ മുഹൂർത്തത്തെക്കുറിച്ചാണ്. ആ മാർപ്പാപ്പയുടെ തൊട്ട് മുമ്പിൽ ചെന്ന് ആദ്യമായിട്ട് ആ മുഖത്തേക്ക് നോക്കുമ്പം അന്നേരത്തെ ആ ഒരു അനുഭവം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ക്രിസ്തുവിനെ കാണുന്ന പോലെ എനിക്ക് തോന്നിയത്. പതുക്കെ വന്ന് എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചപ്പോൾ ശരിക്കും ക്രിസ്തു തൊട്ട ഒരു 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 ക്രിസ്തുവിൻ്റെ ഒരു ടച്ച് എനിക്ക് ഫീൽ ചെയ്തു. അത് ഇപ്പോഴും എൻ്റെ ഒരു ഉള്ളിൽ അതൊരു എൻ്റെ ഒരു വലിയൊരു ആനന്ദമായിട്ട് അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ആനന്ദമായിട്ട് എൻ്റെ ഹൃദയത്തിൽ ഇന്നും ഉണ്ട്. മാട്ടിച്ചേട്ടൻ പറഞ്ഞ വാക്ക് തന്നെയാണ്, അതൊരു സ്വപ്നമാണ്. അത് സ്വപ്നം പോലെ ഇപ്പോഴും തോന്നുന്നു. അത് സംഭവിച്ചെന്ന് ഇപ്പോഴും എനിക്ക് അതിശയമായിട്ട് തന്നെ തോന്നുന്നത്. കാരണം മാർപ്പാപ്പയെ കാണുമ്പം അതാണ് എൻ്റെ മാർപ്പാപ്പ ആക്ച്വലി എൻ്റെ രണ്ടാമത്തെ മോനെ ഇങ്ങനെ അച്ഛനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് സംസാരിച്ചത്. അല്ലാതെ ഇങ്ങനെ ഒരു സംസാരിക്കുകയും വിശ്വാസത്തെക്കുറിച്ചൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് തന്നെ സാധാരണ എന്നെപ്പോലുള്ള ഒരു ലേമാൻ ഒന്നുമില്ലാത്ത ഒരാൾ ഒരു മാർപ്പാപ്പയൊക്കെ പോലെ ഒരാൾ സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേക ഒരു എക്സൈറ്റ്മെൻ്റ് ആയിപ്പോയി. അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു വികാരത്തിലേക്ക് അത് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു മൊമെൻ്റ് ആയിരുന്നു. അങ്ങനെ സംസാരിച്ച് വിശ്വാസത്തെക്കുറിച്ച് ചോദിച്ചു, പിന്നെ ഞങ്ങളുടെ ഖത്തർ ലൈഫിനെ കുറിച്ച് ചോദിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അപ്പോൾ അതുകൊണ്ട് ആ സമയത്താണ് നമ്മുടെ ഇളയ മോനൊക്കെ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് പോയത്. അപ്പോൾ അപ്പോൾ എൻ്റെ പോക്കറ്റിൽ ഏതാണ്ട് ഞാൻ ഈ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ കുറച്ച് പേരുടെ പറഞ്ഞെങ്കിലും കുറച്ച് പേര് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നു. ആ വിഷയം മുഴുക്കുകയും ഞാൻ മാർപ്പാപ്പയോട് പറഞ്ഞു ഇതാണ് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളും എനിക്കും എന്ന് പറഞ്ഞിട്ട് അത് മാർപ്പാപ്പയോട് കൊടുത്ത് മാർപ്പാപ്പ അത് വെച്ച് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്ത് എനിക്ക് ആ പേപ്പർ എനിക്ക് തിരിച്ചു തരികയൊക്കെ ചെയ്തു. ഇതും ഒരു എടുത്തു പറയത്തക്ക ഒരു അനുഭവമാണ്. കാരണം പലരും മാർപ്പാപ്പയെ കണ്ടിട്ടുണ്ടാകും, മാർപ്പാപ്പയായിട്ട് നിന്ന് അനുഗ്രഹം വാങ്ങിക്കുകയും ഒരുമിച്ച് ഫോട്ടോ എടുക്കുകയും ചെയ്തിട്ടുണ്ടാകും. പക്ഷേ കുറേ ആൾക്കാരുടെ പ്രാർത്ഥനാ നിവേദനങ്ങൾ കൊണ്ട് അർപ്പിക്കാൻ മാർപ്പാപ്പയ്ക്കും സന്തോഷം തോന്നിയിട്ടുണ്ടാകും തീർച്ചയായിട്ടും. മാർട്ടിൻ ചേട്ടൻ്റെ വീടിനെ കുറിച്ചോ മാർട്ടിൻ ചേട്ടനെ കുറിച്ചോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. പക്ഷെ മാർപ്പാപ്പ എടുത്തു ചോദിച്ചു ഇതിൻ്റെ അകത്തൊന്നും നിങ്ങളുടെ ഇല്ലല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് കാര്യങ്ങളുണ്ടോ, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 22 കാര്യം, പ്രത്യേകിച്ച് ആ സമയത്ത് എനിക്ക് ഒരു കാര്യമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് പറയാൻ തോന്നിയില്ല. പക്ഷേ അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്കൊരു കുഞ്ഞ് വേണം, ഒരു കുഞ്ഞും കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 2 കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഉള്ളത്. അപ്പം എനിക്കുള്ള 2 കുഞ്ഞുങ്ങളാണ്, ഒരു കുഞ്ഞും കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അതിനുശേഷം അടുത്ത വർഷം ഞങ്ങൾ
അടുത്ത വർഷം ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുകയും ആ കുഞ്ഞിനെ ഞങ്ങൾ കേപ്പ അല്ലെങ്കിൽ പീറ്റർ, ആദ്യത്തെ മാർപ്പാപ്പയുടെ പേരിട്ടു. ആ, അങ്ങനെ ഒരു പേര് കിട്ടും. വളരെ മനോഹരം. ഇതൊരു ദൈവപരിപാലനയുടെ ഒരു കഥയാണ്. ഇതൊരു സിനിമ പോലെ രസകരമായ, എന്നാൽ അതിനകത്തൊരു വളരെയധികം ആഴമുള്ള ഒരു സംഭവമാണ്. ഇത് നമ്മുടെ ആരുടെയും ജീവിതത്തെ സ്പർശിക്കുന്ന, ഇതിനെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവം നൽകുന്ന ഒരു വലിയ അനുഗ്രഹം നമ്മുടെ സഭയോടൊക്കെ ചേർന്ന് ജീവിക്കുമ്പോൾ. കൊള്ളാം, വളരെ നന്നായിരിക്കുന്നു. ഇതെല്ലാവരുടെയും ജീവിതത്തെ ഇത് സ്പർശിക്കട്ടെ. ഇതൊക്കെ ഇതിനു വേണ്ടി നമ്മൾ നടന്നത്. ഇറ്റ് ഈസ് ഹാപ്പൻഡ്. ഇതിനു വേണ്ടി നടന്നാൽ ഇത് സംഭവിക്കണമെന്നില്ല. ഇതും മറിച്ച് എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് സംഭവിക്കണമെന്നുമില്ല. സംഭവിച്ചാലും ഇല്ലെങ്കിലും എല്ലാവർക്കും വേണ്ടിയിട്ട് സംഭവിച്ച ഒന്നായിട്ട് ഇതിനെ കരുതണം. കാരണം ഒരു മാർപ്പാപ്പയെ സന്ദർശിക്കാൻ പോകുന്ന ഒരാൾക്ക് അയാളുടെ കൂടെ ക്രിസ്തുവുണ്ട്. സഭയോട് ചേർന്ന് പോകുന്ന ഒരാൾക്ക് അയാളുടെ കൂടെ ക്രിസ്തുവുണ്ട്. അയാളെ സ്വീകരിക്കാനും, അതിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് പറയാനുള്ളൊരു കാര്യം, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനെ ദൈവം വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. മാർട്ടിൻ ചേട്ടൻ ഗൾഫിലെ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനും ഒരു സമ്പൽ സമൃദ്ധിയിലൊക്കെ ആയിരുന്നെങ്കിലും ആ പെട്ടിയും അതൊക്കെ എടുത്തുകൊണ്ട് പോകാനൊക്കെ ചെയ്യുന്ന സന്മനസ്. അപ്പോൾ ഒരിക്കലും നമ്മളിത് സ്വപ്നം കണ്ടുകൊണ്ടല്ലല്ലോ, ഇങ്ങനെയൊക്കെ ഇതിനൊരു പരിണാമം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ലല്ലോ. ഇത് അവിടെ അവസാനിക്കും. ആ ഒരു മനസ്സിനെ ദൈവം അനുഗ്രഹിച്ചു. ആ മനസ്സ് സ്ഥിരമായിട്ട് ഒരു നല്ല മനസ്സായിട്ട് നിൽക്കട്ടെ. അപ്പം ഫൈനലി ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, എല്ലാത്തിൻ്റെയും പിന്നിൽ, പല കാര്യങ്ങളുടെയും പിന്നിൽ പലരുടെയും പഴയകാല പ്രാർത്ഥനകൾ കിടക്കും. മാർട്ടിൻ ചേട്ടൻ എന്തെങ്കിലും, മാർട്ടിൻ ചേട്ടനോ ജാസ്മിൻ ചേച്ചിയോ, ഭാര്യ ജാസ്മിൻ ചേച്ചിയോ, എന്തെങ്കിലും ആരെങ്കിലും മാർപ്പാപ്പയൊന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തായിട്ട് ഓർമ്മയുണ്ടോ? പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ വിശുദ്ധ ബലിയിലും മാർപ്പാപ്പയെ കാണുന്നത്, മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മാർപ്പാപ്പയ്ക്ക് വേണ്ടി, മാർപ്പാപ്പയെ കാണുമെന്നുള്ളൊരു നമുക്ക് സങ്കല്പം പോലും ഇല്ലായിരുന്നു. പക്ഷെ എങ്കിലും കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു ആഗ്രഹമായിട്ട് ചില ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ കിടക്കട്ടെ എന്നുള്ള കരുതിയിൽ മാത്രമുള്ളായിരുന്നു. പക്ഷേ പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും. കൊള്ളാം, വളരെ നല്ല കാര്യം. ഞാനിതുവരെ മാർപ്പാപ്പയെ കണ്ടിട്ടില്ല, കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷേ ഈ കഥ ഇങ്ങനെ വർണ്ണിച്ച് ഈ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പം മാർപ്പാപ്പയെ കാണണം എന്നതിനെക്കാട്ടി തിരുസഭയോടുള്ള ഒരു സ്നേഹവും ആദരവും, അവങ്ങളുടെ ഉയരത്തിൽ നിൽക്കുന്ന മനുഷ്യർ, നമ്മൾ സാധാരണക്കാരെന്ന് പറയുന്നവരുടെ ജീവിതത്തിലോട്ട് ഇറങ്ങി വരുന്ന ആ സംഭവം കൂടെ നമ്മൾ ഓർക്കണം. മാർട്ടിൻ ചേട്ടന് കിട്ടിയ ഒരു ഭാഗ്യത്തോടൊപ്പം ചിന്തിക്കുന്നതോടൊപ്പം തന്നെ ഈ മാർപ്പാപ്പയൊക്കെ എവിടെയോ ഉള്ളൊരു മനുഷ്യനെ കാണാൻ മനസ്സ് കാണിക്കുകയും കത്തയക്കാൻ ഏൽപ്പിക്കുകയും അതിന് അനുമതി കൊടുക്കുകയും വിളിച്ചു വരുത്തുകയും കാണാനപ്പം, അപ്പോൾ സഭയ്ക്ക് ക്രിസ്തുവിൻ്റെ ഒരു മുഖം, എളിമയുള്ളൊരു മുഖം ഉണ്ടെന്ന ഒരു വലിയ ചിത്രം കൂടി അതിനകത്തൊരു ഒരു രസകരമായ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം മാർപ്പാപ്പയെ കാണാൻ ചെന്നപ്പോൾ അപ്പം ഒരുപാട് പേരുണ്ട്. അപ്പം ഞാനും എൻ്റെ കുടുംബവും കാരണം അവിടെ ഇരിക്കുന്നതെല്ലാം ആർച്ച് ബിഷപ്പ്, കർദിനാൾമാർ, അങ്ങനത്തുള്ള കുറേ വലിയ വലിയ ആൾക്കാരൊക്കെ ഇരിക്കുകയാണ്. ഞങ്ങളെ ഏറ്റവും പുറകെ പോയിരുന്നു. അപ്പം പ്രോട്ടോക്കോൾ അനുസരിച്ച് ഞങ്ങളായിരുന്നു ഫസ്റ്റ്. പക്ഷെ അതെനിക്ക് അറിഞ്ഞുകൂടാ, പ്രോട്ടോക്കോൾ അനുസരിച്ച് ഞാനാണ് ഫസ്റ്റ് എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ പോയി ഏറ്റവും പുറകെ ഇരുന്ന് ഉടൻ തന്നെ മാർപ്പാപ്പയുടെ സെക്യൂരിറ്റി കുറേ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഇവിടെയല്ല, ഏറ്റവും ഫ്രണ്ടിൽ പോയിരിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നെപ്പോലെ ഒരു ചെറിയ മനുഷ്യൻ ഇവരുടെ എല്ലാം ഫ്രണ്ടിൽ പോയിരുന്നപ്പോൾ എല്ലാവരും ചോദിച്ചു ഇതാരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കും അറിഞ്ഞൂടെ എന്തുകൊണ്ടാണ് എന്നെക്കൊണ്ട് ഏറ്റവും ഫ്രണ്ടിലിരുത്തുകയും മാർപ്പാപ്പയെ ഇങ്ങനെ മുഖാമുഖം കാണുകയും സംസാരിക്കാനൊക്കെ അവസരം ഉണ്ടായത്. അത് ഇപ്പോഴും ഒക്കെ ഒരു അതിശയമായിട്ട് തന്നെയാണ് എൻ്റെ ഹൃദയത്തിൽ. അതിനെല്ലാം കൂടെ ഒറ്റ വാക്കി നമുക്ക് പറയാം, സംഭവിച്ച എല്ലാം കൂടെ ദൈവസ്നേഹം. തീർച്ചയായിട്ടും. എത്ര പ്രാവശ്യം, ഒറ്റ പ്രാവശ്യമാണോ മാർപ്പാപ്പയെ കണ്ടത്? അല്ല, 3 പ്രാവശ്യമായിട്ട് ആ ഒരു ദിവസം തന്നെ 3 വട്ടം കണ്ടു. 3 വട്ടം കണ്ടു. മാത്രമല്ല 10 ദിവസം ഒരു ശരിക്കും പറഞ്ഞാൽ ആ 10 ദിവസവും പോയത് അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും എനിക്ക് തന്നെ അല്ല, ആകാശത്ത് മേഘങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരു അനുഭവം. ശരിക്കും പറഞ്ഞാൽ അത് തന്നെ ഒരു സ്വർഗത്തിലേക്ക് എത്തിയ ഒരു പ്രതിനിധിയായിരുന്നു. അത് വർണ്ണിക്കാനൊക്കെ വിവരിക്കാനൊക്കെ എന്നെപ്പോലെ ഒരു സാധാരണ മനുഷ്യന് സാധിക്കുമെന്ന് അറിഞ്ഞൂടാ. എല്ലാം കേട്ട് കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ ആ ചിത്രം വളരെ വ്യക്തമായിട്ടുണ്ട്. മാർട്ടിൻ ചേട്ടൻ ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ മുമ്പിൽ ഇങ്ങനെ വിനീതമായിട്ട് കുടുംബമായിട്ട് നിൽക്കുന്നു. അതിൻ്റെ വഴികളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പം ഏറ്റവും ചുരുക്കത്തിൽ പറയാനാണെങ്കിൽ എൻ്റെ മനസ്സിൽ ചില വരികളാണ് വരുന്നത്. അതിങ്ങനെയാണ്: കരുണയെന്നെഴുതിയ നിലത്തു ഞാൻ നിൽക്കുന്നു, കടൽ തിര മായ്ക്കാത്ത
കരുണയിൽ നിൽക്കുന്നു. കഴിഞ്ഞ കാലങ്ങളെ മിഴിചായ്ച്ചു നോക്കിയാൽ കരുണയെന്നല്ലാതെ മറ്റെന്ത് കാണും ഞാൻ? വത്തിക്കാനിൽ നിന്ന് തിരിക്കുമ്പോൾ മാർപ്പാപ്പ തന്ന ഗിഫ്റ്റുകളൊന്നായിരുന്നു ഈ ഫോട്ടോസ്. ഒരു തിരുശേഷിപ്പ് പോലെ കണ്ടു സൂക്ഷിക്കുന്നു. നിരന്തരം ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം എനിക്ക് ഡാനിയച്ചനും ബോബിയച്ചനുമായിട്ടുള്ള സൗഹൃദമാണ്. ഇതെല്ലാം സ്വർഗത്തിൽ നിന്ന് ലഭിച്ച ഗിഫ്റ്റുകളായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പൊ നമ്മൾ എങ്ങോട്ടായി പോകുന്നത്? അതൊക്കെ ഉണ്ടടാ, നീ നേരെ ഒക്കെ വണ്ടി ഓടിക്കും. ചിലപ്പോ നമ്മൾ വത്തിക്കാനിലേക്കായിരിക്കും പോകുന്നത്. നമ്മളതിന് ഈ ഇടയ്ക്കല്ലേ വത്തിക്കാനിലൊക്കെ പോയത്. അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു വേളാങ്കണ്ണിയിലായിരിക്കും. വേളാങ്കണ്ണിയാണെങ്കിലും വത്തിക്കാനായാലും ഇവിടെ നമ്മുടെ യാത്ര, ഓരോ യാത്രയും ഒരു സ്നേഹാന്വേഷണമായിരിക്കണം. അത് ചിലപ്പോൾ നമ്മളൊരു പാവപ്പെട്ട വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥനാ സഹായം നമ്മൾ ആവശ്യപ്പെട്ട എവിടെ ആയാലും എല്ലാം ഒരു സ്നേഹാന്വേഷണ യാത്ര ആയിരിക്കണം. ഒരു സ്നേഹത്തെ കണ്ടെത്തുന്ന ഒരു യാത്ര ആയിരിക്കണം. അതായിരിക്കണം നമ്മുടെ യാത്ര. അവിടേക്കാണ് നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഞാൻ മനസ്സിലായോ? ഇനി നേരെ വണ്ടി പിടിച്ചു. എന്തായാലും ഈ യാത്ര ഒരു സർപ്രൈസ് യാത്രയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രമാത്രം മനോഹരമാണ് നമ്മുടെ യാത്ര. ഓക്കെ, എല്ലാവരും ഇനി കൊന്തെടുത്തോ, കേപ്പെടുത്തോ. കുരിശ് തുടങ്ങാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടിയാണ്. സ്നേഹപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ ശാന്തിയും സമാധാനവും നിങ്ങളുടെ ഈ ഭവനത്തിൽ എന്നും നിലനിൽക്കട്ടെ.